ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജൂനിയർ അക്കൗണ്ടന്റ് എക്സാമിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസിന്റെ പാർട്ട് 3 ആണ്. കോസ്റ്റിംഗിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായ മാർജിൻ ഓഫ് സേഫ്റ്റി ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമ്മൾ ഇതിന് തൊട്ട് മുൻപിട്ട പി വി റേഷ്യോന്റെ ക്ലാസ്സും ബ്രേക്ക് ഇവൻ സെയിൽസിന്റെ ക്ലാസ്സും കണ്ടിട്ടില്ലാത്തവര് അത് കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി എന്താന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ സെയിൽസ് ഏൺഡ് ഓവർ ആൻഡ് എബവ് ബ്രേക്ക് ഇവൻ സെയിൽസ്. ബ്രേക്ക് ഇവൻ സെയിൽസ് എന്തായിരുന്നെന്ന് നമ്മൾ നോക്കിയായിരുന്നു. എന്തായിരുന്നു ബ്രേക്ക് ഇവൻ സെയിൽസ്? അറ്റ് ദി പോയിന്റ് വെർ ദർ ഇസ് നോ പ്രോഫിറ്റ് ഓർ ലോസ്, അല്ലേ? പ്രോഫിറ്റോ ലോസോ ഒന്നുമില്ലാത്ത, അതായത് പ്രോഫിറ്റും അല്ല ലോസും അല്ല, അങ്ങനത്തെ ഒരു പോയിന്റ് ആണ് ബ്രേക്ക് ഇവൻ സെയിൽസ്. അതായത് ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ. അതായിരുന്നു ബ്രേക്ക് ഇവൻ സെയിൽസ്. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സെയിൽസ് ഏൺഡ് ഓവർ ആൻഡ് അബോവ് ബ്രേക്ക് ഇവൻ സെയിൽസ്. ബ്രേക്ക് ഇവൻ സെയിൽസിന്റെ മുകളിലേക്ക് നമ്മൾ ഏൺ ചെയ്യുന്ന എല്ലാ സെയിൽസും പറയുന്നതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. അതായത് ബ്രേക്ക് ഇവൻ സെയിലിന്റെ മുകളിലേക്ക് പോയാൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? പ്രോഫിറ്റ് കിട്ടും, അല്ലേ? ബ്രേക്ക് ഇവൻ സെയിലിന്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ലോസ് ആയിരിക്കും. ബ്രേക്ക് ഇവനില് നോ പ്രോഫിറ്റ് ഓർ നോ ലോസ്. ബ്രേക്ക് ഇവന്റെ മുകളിലേക്ക് പോയാൽ മാർജിൻ ഓഫ് സേഫ്റ്റി. അവിടെ എന്താണ്? നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകും. It is useful to determine financial soundness of business enterprise. അല്ലേ? മാർജിൻ ഓഫ് സേഫ്റ്റി എന്തിനാ? നമുക്ക് ബിസിനസ്സിന് എങ്ങനെയുണ്ട് അതിന്റെ ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഡിറ്റർമൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതായത് മാർജിൻ ഓഫ് സേഫ്റ്റി കൂടുതലാണെങ്കിൽ എന്താ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? അവിടെ പ്രോഫിറ്റ് കൂടുതലാണ്, അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്? കറക്റ്റ് ആണ്, അല്ലെങ്കിൽ നല്ല പൊസിഷനിലാണ് അവരുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? മാർജിൻ ഓഫ് സേഫ്റ്റി കൂടുക എന്ന് വെച്ചാൽ എന്താ? നമുക്ക് പ്രോഫിറ്റ് കൂടുക എന്നാണ് അർത്ഥം. If the margin of safety is high, then the financial position of the enterprise is sound. നമ്മൾ പറഞ്ഞു, അല്ലേ? മാർജിൻ ഓഫ് സേഫ്റ്റി കൂടുതലാണെങ്കിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആ എന്റർപ്രൈസ് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്. സ്റ്റേബിൾ എന്നല്ല, അവരുടെ പൊസിഷൻ എന്താണ്? ഒരു കറക്റ്റ് ആണ്, അല്ലേ? അതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി അതിന്റെ കാൽക്കുലേഷൻസ് നോക്കാം. മാർജിൻ ഓഫ് സേഫ്റ്റി is equal to total sales minus break even sales. നമ്മൾ പറഞ്ഞിരുന്നു ബ്രേക്ക് ഇവൻ സെയിൽസ് വരെ നമുക്ക് എന്താണ്? അവിടെ ഒരു പ്രോഫിറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല, അല്ലേ? അപ്പം മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ഇവൻ സെയിലിന്റെ എബോവ്, അല്ലെ, മുകളിലേക്ക് വരുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മാർജിൻ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? ടോട്ടൽ സെയിൽസ് ഈസ് ഈക്വൽ ടോട്ടൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഇവൻ സെയിൽസ്. അതായത് ടോട്ടൽ എത്ര സെയിൽസ് ഉണ്ടോ അതിൽ നിന്ന് ബ്രേക്ക് ഇവൻ സെയിൽ ലെസ് ചെയ്യുന്നതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി, അല്ലേ? മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ മോഡിലേക്ക് വരുന്നതാണ് ബ്രേക്ക് ഇവൻ സെയിൽസിന്റെ മോഡിലേക്ക് വരുന്നതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിന്റെ ഇക്വേഷൻ എന്താണ്? ടോട്ടൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഇവൻ സെയിൽസ്. ഇനി ടോട്ടൽ സെയിൽസ് എന്ന് വെച്ചാൽ അപ്പൊ എന്തായിരിക്കും? ബ്രേക്ക് ഇവൻ സെയിൽസ് പ്ലസ് മാർജിൻ ഓഫ് സേഫ്റ്റി സെയിൽസ്, അല്ലേ? നമ്മുടെ ബ്രേക്ക് ഇവൻ സെയിൽസ് വരെ എത്രയാണോ അതിന്റെ കൂടെ മാർജിൻ ഓഫ് സേഫ്റ്റി സെയിൽസ് കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ക്യാൻ ഓൾസോ ബി കമ്പ്യൂട്ടഡ് ആസ് ഫോളോസ്. മാർജിൻ ഓഫ് സേഫ്റ്റി കമ്പ്യൂട്ട് ചെയ്യാൻ മറ്റൊരു ഇക്വേഷനും കൂടിയുണ്ട്. എന്താണ്? മാർജിൻ ഓഫ് സേഫ്റ്റി ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ, അല്ലേ? മാർജിൻ ഓഫ് സേഫ്റ്റിക്ക് ശേഷമാണ് മാർജിൻ ഓഫ് സേഫ്റ്റിയിലാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നത്, അല്ലേ? അപ്പം അതിന്റെ ഇക്വേഷൻ എന്താണ്? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. പി വി റേഷ്യോ ഒക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ ആദ്യത്തെ കാൽക്കുലേഷൻ ന്യൂമറിക്കൽ പ്രോബ്ലംസിന്റെ ആദ്യത്തെ ഭാഗത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് എന്തായാലും കണ്ടിട്ട് വേണം നമ്മൾ ഈ ക്ലാസ് കാണാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനും കൂടി ഓർത്തിരിക്കുക. പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റി എന്താന്ന് പറഞ്ഞു. ഇനി മാർജിൻ ഓഫ് സേഫ്റ്റി റേഷ്യോ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഒരു റിലേഷൻ കാണിക്കുന്നതിനാണ് റേഷ്യോ ഉപയോഗിക്കുന്നത്. ഇനി ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാർജിൻ ഓഫ് സേഫ്റ്റി സെയിൽസ് ടു ടോട്ടൽ സെയിൽസ്. അപ്പൊ മാർജിൻ ഓഫ് സേഫ്റ്റി റേഷ്യോ എന്തിനാ ഉപയോഗിക്കുന്നത്? മാർജിൻ ഓഫ് സേഫ്റ്റി സെയിൽസും ടോട്ടൽ സെയിൽസും തമ്മിലുള്ള റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മാർജിൻ ഓഫ് സേഫ്റ്റി റേഷ്യോ ഉപയോഗിക്കുന്നത്. ഇനി മാർജിൻ ഓഫ് സേഫ്റ്റി റേഷ്യോ ഇസ് ഈക്വൽ ടു മാർജിൻ ഓഫ് സേഫ്റ്റി ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിൽസ് ഇൻടു 100. ഇത് നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ? അവർ തമ്മിലുള്ള റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് മാർജിൻ ഓഫ് സേഫ്റ്റി ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻടു 100 ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി റേഷ്യോ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി മാർജിൻ ഓഫ് സേഫ്റ്റി റേഷ്യോ ആൻഡ് ബ്രേക്ക് ഇവൻ സെയിൽസ് റേഷ്യോ ആർ കോംപ്ലിമെന്റ് ഓഫ് ഈച്ച് അതർ, അല്ലേ? മാർജിൻ ഓഫ് സേഫ്റ്റിയും ബ്രേക്ക് ഇവൻ സെയിൽസും പരസ്പരം റിലേറ്റഡ് ആണ്, അല്ലേ? നമ്മൾ പറഞ്ഞു ബ്രേക്ക് ഇവൻ സെയിൽസിന്റെ മുകളിലേക്ക് വരുന്നതാണ് എന്ത്? മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഇപ്പം ടോട്ടൽ സെയിൽസ് 40% ബ്രേക്ക് ഇവൻ സെയിൽസ് ആണെങ്കിൽ ബാക്കി 60% എന്താണ്? മാർജിൻ ഓഫ് സേഫ്റ്റി ആയിരിക്കും, അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ഇത്രയൊക്കെ നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റിയെ കുറിച്ച് പറയാനുള്ളൂ. ഇനി നമുക്ക് പ്രോബ്ലംസിലേക്ക് പോവാം കേട്ടോ.
ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ എക്സാമ്പിൾ ടോട്ടൽ സെയിൽസ് ഈസ് ഈക്വൽ ടു എത്രയാണ് 4 lakh അല്ലേ. ഫിക്സഡ് കോസ്റ്റ് 35,000. വേരിയബിൾ കോസ്റ്റ് ടു സെയിൽസ് റേഷ്യോ ഈക്വൽ ടു 80%. കമ്പ്യൂട്ട് BEP, MOS എന്ന് വെച്ചാൽ മാർജിൻ ഓഫ് സേഫ്റ്റി റേഷ്യോ. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? BEP കാണണം അല്ലേ. കാരണം എന്താ? MOS കാണണമെങ്കിൽ നമുക്ക് BEP കാണണം. അപ്പൊ നമുക്ക് BEP കാണാം. BEP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. നോക്ക്, ഫിക്സഡ് കോസ്റ്റ് നമുക്ക് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ. 35,000 എടുത്തു. PV റേഷ്യോ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ല. എങ്ങനെ നമ്മൾ PV റേഷ്യോ കണ്ടുപിടിക്കുക? നമ്മൾ പറഞ്ഞിരുന്നു വേരിയബിൾ കോസ്റ്റ് ടു സെയിൽസ് റേഷ്യോ 80 ആണെങ്കിൽ PV റേഷ്യോ കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് റേഷ്യോ എത്രയായിരിക്കും? 20% ആയിരിക്കും. നമ്മൾ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വേരിയബിൾ കോസ്റ്റ് ടു സെയിൽസ് റേഷ്യോ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് PV റേഷ്യോ കിട്ടും. ഇവിടെ 80 ആണെങ്കിൽ PV റേഷ്യോ എത്ര ആയിരിക്കും? 20% ആയിരിക്കും. അപ്പം ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടും. ഇതാണ് BEP സെയിൽസ്. ഇനി MOS സെയിൽസ്, അതായത് മാർജിൻ ഓഫ് സേഫ്റ്റി കാണണമെങ്കിൽ ടോട്ടൽ സെയിൽസ് മൈനസ് BEP സെയിൽസ് അല്ലെ. ടോട്ടൽ സെയിൽസ് എത്രയെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അതിനോട് നമ്മളിപ്പോൾ ചെയ്ത് കിട്ടിയ BEP സെയിൽസ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? മാർജിൻ ഓഫ് സേഫ്റ്റി. ഓക്കെ, അതിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി മാർജിൻ ഓഫ് സേഫ്റ്റി റേഷ്യോ അല്ലെ, ആ ഒരു പെർസെൻറ്റേജ് കാണുന്നത് എങ്ങനെയാണ്? മാർജിൻ ഓഫ് സേഫ്റ്റി ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിൽസ് ഇൻടു 100. ഓക്കെ, മാർജിൻ ഓഫ് സേഫ്റ്റി എത്രയാന്ന് നമ്മൾ കണ്ടുപിടിച്ചില്ലേ? 2,25,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിൽസ് എത്രയായിരുന്നു? 4 lakh ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള PYQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ 93/2022 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. ദ മാർജിൻ ഓഫ് സേഫ്റ്റി in the difference between dash and break even point. A profit, B price cost margin, C contribution, D actual sales. ആലോചിച്ച് നോക്കിയേ, മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്തിന്റെയൊക്കെ ഡിഫറൻസ് ആണ്? ആക്ച്വൽ സെയിൽസ് ആൻഡ് ബ്രേക്ക് ഇവൻ സെയിൽസിന്റെ ഡിഫറൻസ് ആണ് എന്ത്? മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അടുത്തത് ഓപ്ഷൻ D. അടുത്ത ക്വസ്റ്റ്യന്റെ കോഡ് 120/2016 ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻറ്റു PV റേഷ്യോ ഇസ് ഈക്വൽ ടു A സെയിൽസ്, B വേരിയബിൾ കോസ്റ്റ്, C ഫിക്സഡ് കോസ്റ്റ്, D പ്രോഫിറ്റ്. അപ്പം ഇതിനകത്ത് മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ ഡയറക്റ്റ് എന്താ പറയാ, ഇതല്ല, ഫോർമുല അല്ലല്ലേ തന്നത്. ഇത് നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻറ്റു PV റേഷ്യോ. അപ്പം ഉത്തരം എന്താണ്? ജസ്റ്റ് ആ ഫോർമുല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുന്നതാണ് കേട്ടോ. അപ്പം ഓപ്ഷൻ D ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ 114/2015 ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് എ ഫോർമുല ഫോർ മാർജിൻ ഓഫ് സേഫ്റ്റി? ഇവിടെ നോട്ട് ആണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത്. A പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. ഇത് കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. അടുത്തത് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ വേരിയബിൾ കോസ്റ്റ് റേഷ്യോ. കറക്റ്റ് ആണോ? അല്ല അല്ലേ. കാരണം എന്താ? പ്രോഫിറ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ ആണ്, വേരിയബിൾ കോസ്റ്റ് റേഷ്യോ അല്ല. ഇനി അടുത്തത് സി പ്രസന്റ് സെയിൽസ് മൈനസ് ആക്ച്വൽ സെയിൽസ്. ഇത് എന്താണ് ഇങ്ങനെ കൊടുത്തതെന്ന് എനിക്ക് അറിയില്ല. കാരണം നമ്മൾ എങ്ങനെയായിരുന്നു പറഞ്ഞ, ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഇവൻ സെയിൽ ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ദ പ്രസന്റ് സെയിൽസ് മൈനസ് ആക്ച്വൽ സെയിൽസ് എന്നാണ് ഈ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അടുത്തത് D പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ 1 മൈനസ് വേരിയബിൾ കോസ്റ്റ് റേഷ്യോ. ഇതെന്താ 1 മൈനസ് വേരിയബിൾ കോസ്റ്റ് റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താ? ഇപ്പം വേരിയബിൾ കോസ്റ്റ് റേഷ്യോ 60 ആണെങ്കിൽ 1 മൈനസ് വേരിയബിൾ കോസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40%. അതായത് അവിടെ PV റേഷ്യോനെ തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, 1 മൈനസ് ഓർക്കുക, 1 മൈനസ് വേരിയബിൾ കോസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് റേഷ്യോ 60 ആണെങ്കിൽ 1 മൈനസ് വേരിയബിൾ കോസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 40. ആ 40 ഉദ്ദേശിക്കുന്നത് എന്താ? PV റേഷ്യോ. അപ്പം ഇത് കറക്റ്റ് ആണ്, ഇതും കറക്റ്റ് ആണ്. ഇത് ഒരിക്കലും കറക്റ്റ് അല്ല. കാരണം എന്താ? മാർജിൻ ഓഫ് സേഫ്റ്റി കാണാൻ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ ആണ്, വേരിയബിൾ കോസ്റ്റ് റേഷ്യോ ഉപയോഗിക്കില്ല. പിന്നെ ഈ ഓപ്ഷന് എനിക്കറിയില്ല, ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഇവൻ സെയിൽ ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി. ഇവിടെ PSC ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ B ആണ് കേട്ടോ. ഇതെന്തായാലും വരില്ല, ഓപ്ഷൻ B ആണേ. അടുത്ത ക്വസ്റ്റ്യൻ 58/2016 ക്വസ്റ്റ്യൻ പേപ്പറിലാണ്.
When margin of safety is 60% and PV ratio is 25%, the profit earned will be A 35%, B 15%, C 25%, D 20%. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാണ്? 60%. പി വി റേഷ്യോ എത്രയാണ്? 25%. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു മാർജിൻ ഓഫ് സേഫ്റ്റി ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ എന്ന ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? അപ്പൊ ആ ഇക്വേഷനിലേക്ക് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്താണ്? മാർജിൻ ഓഫ് സേഫ്റ്റിയിലെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? 60%. അപ്പോൾ ഇത് ഇവിടെ എഴുതുക. ഇക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോഫിറ്റ് ആണ്. ഇവിടെ പ്രോഫിറ്റ് എഴുതുക. ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ എത്രയാണ്? 25%. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻറ്റു എന്താണ്? പി വി റേഷ്യോ. മാർജിൻ ഓഫ് സേഫ്റ്റി ഇതിപ്പോ 0.60 എന്താ ഉദ്ദേശിക്കുന്നത്? അത് നമ്മൾ പോയിന്റിലേക്ക് മാറ്റിയതാണ് കേട്ടോ. ഇൻറ്റു 25% മാറ്റിയതാണ് 0.25 ഇൻറ്റു 100 ചെയ്യുമ്പോൾ എത്ര നമുക്ക് കിട്ടും? 15%. അപ്പം ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആയിരിക്കും ഉത്തരം കേട്ടോ. മനസ്സിലായോ ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന്? ഇത് ഈ ഫോർമുല നമ്മൾ ആദ്യം എഴുതിയിട്ട് നമ്മുടെ വാല്യൂ ഒക്കെ ഈ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക, ഈ ഫോർമുലയിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് കിട്ടും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. 58/2016 ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. വെൻ പ്രോഫിറ്റ് ഈസ് ₹5000 ആൻഡ് പി വി റേഷ്യോ ഈസ് 20%, മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഓപ്ഷൻ എ 25,000, ബി 10,000, സി 30,000, ഡി 50,000. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, പി വി റേഷ്യോ തന്നിട്ടുണ്ട്. ഇനി മാർജിൻ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇക്വേഷൻ ഈ ഫോർമുല എഴുതുക. എന്താണ്? മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഇത് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് ഇടേണ്ടത് തന്നെയാണ് കേട്ടോ. എത്രയാ? 5000 ഡിവൈഡഡ് ബൈ 20 അല്ലേ? 20 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 25,000 കിട്ടും അല്ലേ? അപ്പൊ ഉത്തരം ഏതാണ്? 25%. ഇത് കൂടുതലൊന്നുമില്ല, അതിലേക്ക് വാല്യൂസ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടിക്കോളും. അടുത്ത ക്വസ്റ്റ്യൻ 108/2021 ക്വസ്റ്റ്യൻ പേപ്പറിലെയാണ്. ഇഫ് മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് rupees 2,40,000 അല്ലേ? 2,40,000 അതായത് 40% ഓഫ് സെയിൽസ്, ടോട്ടൽ സെയിൽസിന്റെ 40% മാർജിൻ ഓഫ് സേഫ്റ്റി ഈ 2,40,000 ആണെന്ന് പറയുന്നു. ആൻഡ് പി വി റേഷ്യോ ഈസ് 30%. അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് ഇവൻ സെയിൽസ് വിൽ ബി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3,50,000, 3,60,000, സി 3,80,000, ഡി എത്രയാ? 1,08,000. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ തന്നിരിക്കുന്നു? മാർജിൻ ഓഫ് സേഫ്റ്റി തന്നിട്ടുണ്ട്. മാർജിൻ ഓഫ് സേഫ്റ്റി എന്താന്നാ പറഞ്ഞിരിക്കുന്നത്? സെയിൽസിന്റെ 40% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പി വി റേഷ്യോ എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 30% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് ഇവൻ സെയിൽസ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. നോക്കുക, മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു 2,40,000 അതായത് 40% ഓഫ് സെയിൽസ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സെയിൽസ് എത്രയായിരിക്കും? ഈ 2,40,000 എന്ന് പറയുന്നത് ടോട്ടൽ സെയിൽസിന്റെ 40%. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സെയിൽസ് എത്രയാന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? 2,40,000 ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു 100. സെയിൽസിനെ 100 ആയിട്ട് എടുക്കുക. അപ്പൊ മാർജിൻ ഓഫ് സേഫ്റ്റി എത്രയാ? 40. ബ്രേക്ക് ഇവൻ സെയിൽസിനെ 100 ആയിട്ട് എടുക്കുക, മാർജിൻ ഓഫ് സേഫ്റ്റി 40. അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് ഇവൻ സെയിൽസ് 60 അല്ലേ? അപ്പൊ ടോട്ടൽ സെയിൽസ് എന്തായിരിക്കും? 2,40,000 ഡിവൈഡഡ് ബൈ എത്രയാണ്? 40% എന്നല്ലേ പറഞ്ഞു. അപ്പൊ 40 ഡിവൈഡഡ് ബൈ അങ്ങനെയാണ് ടോട്ടൽ സെയിൽസ് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞത്? 100. ഈ 100 ഇവിടെ എഴുതുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 6 lakh കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് ഇവൻ സെയിൽസ് എത്രയായിരിക്കും? ടോട്ടൽ സെയിൽസ് മൈനസ് മാർജിൻ ഓഫ് സേഫ്റ്റി സെയിൽസ് അല്ലേ? അതായത് ഇപ്പം എന്താ പറയാ, ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കണമെങ്കിൽ മാർജിൻ ഓഫ് സേഫ്റ്റി പ്ലസ് ബ്രേക്ക് ഇവൻ സെയിൽസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് ഇവൻ സെയിൽസ് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ സെയിൽസ് മൈനസ് മാർജിൻ ഓഫ് സേഫ്റ്റി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3,60,000 കിട്ടും. ഏതാണ്? ബി ഓപ്ഷൻ ആണ് കേട്ടോ, 3,60,000. ഇനി അങ്ങനെ അല്ലെങ്കിൽ ടോട്ടൽ സെയിൽസ് ഒന്നും കണ്ടുപിടിക്കണ്ട, നേരെ നമുക്ക് ബ്രേക്ക് ഇവൻ സെയിൽസ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? മാർജിൻ ഓഫ് സേഫ്റ്റി ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് ഇവൻ സെയിൽസ് എത്രയാണല്ലേ? 2,40,000 ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു എത്രയാണ്? ബ്രേക്ക് ഇവൻ സെയിൽസിന്റെ എത്രയായിരിക്കും? 60% ആയിരിക്കും. കാരണം മാർജിൻ ഓഫ് സേഫ്റ്റി 40 ആണെങ്കിൽ ബ്രേക്ക് ഇവൻ സെയിൽസ് 60 ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇൻറ്റു 60 ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3,60,000 കിട്ടും. ഇങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ഇങ്ങനെ ടഫ് ആയിട്ടൊന്നും മാർജിൻ ഓഫ് സേഫ്റ്റി ഒന്നും വരാൻ ചാൻസ് ഇല്ല. ആദ്യം അതിന്റെ കൺസെപ്റ്റുകൾ നന്നായിട്ട് മനസ്സിലാക്കുക. പിന്നെ അതിന് തന്നിരിക്കുന്ന ആ ഒരു ഇക്വേഷൻസ് ഒക്കെ ഉണ്ടായില്ലേ, നമ്മൾ പഠിച്ചു വെക്കുക.
എന്താ ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഇവൻ സെയിൽസ്, പിന്നെ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ, അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ടൊക്കെ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ അത് നോക്കി വെക്കുക. ഓക്കെ അല്ലേ? സോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മളൊരു PDF റാങ്ക് ഫയൽ ഇറക്കുന്നുണ്ട്. അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടോപ്പിക്കിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടാകും, പിന്നെ PYQ ഡിസ്കഷൻ ഉണ്ടാകും, പിന്നെ നമുക്ക് എന്താ ചെയ്ത് പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അത് ഈ PSCയുടെ ന്യൂ എക്സാം പാറ്റേൺ അനുസരിച്ചുള്ളതായിരിക്കും. അത് ആ പാക്കേജിലേക്ക് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുള്ളവർ ഞാൻ നമ്പർ മെൻഷൻ ചെയ്യാം. ആ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. പിന്നെ എന്താ പറയുന്നത്, ഇതിന് മുൻപുള്ള ആ 2 വീഡിയോസ് കാണാൻ മറക്കരുത്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഈ 3 എണ്ണവും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെ PV റേഷ്യോ, ബ്രേക്ക് ഇവൻ സെയിൽസ്, മാർജിൻ ഓഫ് സേഫ്റ്റി. അപ്പം ഈ 3 ഇത് കണ്ട് പഠിക്കുക. ഇത് നിർബന്ധമായിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ താങ്ക് യു.